പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം തകർന്ന ഹൃദയങ്ങൾക്ക് ദൈവത്തിന്റെ സൗഖ്യം. ഗോഡ്സ് ഹീലിംഗ് ഫോർ ബ്രോക്കൺ ഹാർട്ട്സ്. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം 147:3 ഇങ്ങനെ പറയുന്നു: ഹൃദയം തകർന്നവരെ ദൈവം സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. He heals the broken hearted and binds up their wounds. മനുഷ്യന്റെ ഏറ്റവും ആഴത്തുള്ള മുറിവുകൾ പലപ്പോഴും കണ്ണുകൾക്ക് കാണാനാവില്ല. ശരീരത്തിലെ മുറിവുകൾക്ക് മരുന്ന് ലഭിക്കും, എന്നാൽ ഹൃദയത്തിലെ മുറിവുകൾക്ക് ദൈവത്തിന്റെ സ്പർശനം ആവശ്യമാണ്. ഒരു വാക്ക്, ഒരു വഞ്ചന, ഒരു നഷ്ടം, ഒരു നിരസിക്കൽ, ഇവ ജീവിതത്തിന്റെ ഉള്ളറകളെ തകർക്കാം. People may notice the wounds on your body, but God notices the wounds in your soul. യേശു ലാസറിന്റെ കല്ലറക്കരികിൽ കരഞ്ഞു, വിധവയുടെ വേദന കണ്ടു കരുണ കാണിച്ചു, പാപിനിയുടെ കണ്ണീർ തുടച്ചു. അതുകൊണ്ട് നമ്മുടെ കണ്ണീർ ദൈവത്തിന് അന്യമായതല്ല. ജീസസ് does not stand far away from your pain. He enters into it with compassion. ഇന്ന് നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കാം, പ്രാർത്ഥനയിൽ വാക്കുകൾ പോലും വരാത്ത അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഓർക്കുക, ദൈവത്തിന്റെ കൈകൾ ഇപ്പോഴും നമ്മളെ പിടിച്ചിരിക്കുന്നു. Your heart may be broken, but God's hands are still holding you. തകർച്ച ദൈവത്തിന്റെ അവസാനമല്ല, തകർച്ച ദൈവത്തിന് അവസാനമല്ല, പുതിയ സൃഷ്ടിയുടെ ആരംഭമാണ്. തകർന്ന മണ്ണുകൊണ്ട് കുശവൻ പുതിയ പാത്രം ഉണ്ടാക്കുന്നത് പോലെ ദൈവം തകർന്ന ഹൃദയത്തെ പുതിയതാക്കുന്നു. നിങ്ങളുടെ വേദന ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റരുത്, അത് ദൈവത്തിങ്കിലേക്ക് നയിക്കട്ടെ. മുറിവ് മറയ്ക്കുന്നത് രോഗം വളർത്തും, ദൈവസന്നിധി തുറന്നു പറയുന്നത് സൗഖ്യം തുടങ്ങി. കണ്ണീർ വിശ്വാസത്തിന്റെ ശത്രുവല്ല, പലപ്പോഴും അത് ഹൃദയത്തിന്റെ പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹൃദയം തുറന്ന് ശുദ്ധ മനസ്സോടെ, നല്ല മനസാക്ഷിയോടെ, കർത്താവേ, എൻ്റെ തകർന്ന ഹൃദയത്തെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ മറച്ചു വെച്ച വേദനകൾ നീ അറിയുന്നു, എൻ്റെ മുറിവുകൾ കെട്ടി എൻ്റെ മനസ്സിൽ അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ ഒരു നിലവിളി ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ ദൈവിക സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.